ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു ചാനൽ ഇഷ്ടമായി എന്നെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകില്ലേ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലായിക്കൊണ്ടിരിക്കുന്നത് ജാസ്മിനെയും ഗബ്രിയെയും ഒരുമിച്ചുള്ള ഒരു വേദിയിൽ കണ്ടതാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 5 അവസാനിപ്പിച്ചതോടെ താരങ്ങളുടെ പുതിയ വിശേഷങ്ങൾ അറിയാനുള്ള കാത്തിരിപ്പിലാണ് ബിഗ് ബോസ് പ്രേക്ഷകർ. പുറത്തു വന്നതിന് ശേഷം ജിൻഡോ, അർജുൻ, അഭിഷേക് തുടങ്ങിയ എല്ലാ താരങ്ങളും തന്നെ അഭിമുഖങ്ങളും ഫാൻസ് മീറ്റപ്പുമായി സജീവമാണ്. എന്നാൽ ജാസ്മിന് മാത്രം ഇതുവരെ അഭിമുഖങ്ങൾ കൊടുത്തു കണ്ടിട്ടില്ല. തൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ജാസ്മിൻ ഉടൻ തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുറത്തു വന്ന ജാസ്മിൻ വീട്ടിൽ പോലും പോകാതെ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നോക്കാൻ ഏൽപ്പിച്ചിരുന്നത് വിവാഹം ഉറപ്പിച്ചിരുന്ന അഫ്സലിനെയായിരുന്നു. എന്നാൽ ഇടക്കാലത്ത് ഈ ബന്ധത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജാസ്മിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളുടെ പാസ്വേഡും മറ്റും ഇതിനിടെ മാറ്റപ്പെട്ടിരുന്നു. ഇതോടെയാണ് പ്രൊഫൈൽ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ജാസ്മിൻ പോലീസിനെ സമീപിച്ചത്. ഉടൻ തന്നെ ജാസ്മിൻ തൻ്റെ പ്രൊഫൈലുകൾ തിരികെ ലഭിക്കുകയും സോഷ്യൽ മീഡിയയിൽ സജീവമാകുകയും ചെയ്തു. ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം ജാസ്മിൻ ആദ്യമായി പങ്കെടുത്ത ഒരു പരിപാടി നടന്നത് ഇന്നലെയായിരുന്നു. അപ്സരയുടെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടിയായിരുന്നു ജാസ്മിൻ എത്തിയത്. ജാസ്മിൻ മാത്രമല്ല, ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒട്ടുമിക്ക താരങ്ങളും അപ്സരയുടെയും ആൽബിൻ്റെയും സുഹൃത്തുക്കളും പരിപാടിക്ക് എത്തിയിരുന്നു. ഗബ്രിയുടെ പാട്ടും പരിപാടിയിൽ ഉണ്ടായിരുന്നു. അതേസമയം അപ്സരയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന ജാസ്മിൻ സുഹൃത്തുക്കൾക്കപ്പുറം യൂട്യൂബ് ചാനലുകളുടെയോ മറ്റോ പ്രതികരിക്കാൻ തയ്യാറായില്ല. അപ്സര ചേച്ചി അടിപൊളിയാണ്, സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ്, ബിഗ് ബോസിൽ ടോപ്പ് 5 എത്താൻ അർഹതയുള്ള ഒരാളായിരുന്നു. എന്തുകൊണ്ടാണ് പുറത്തേക്ക് പോയി എന്ന് എനിക്കറിയില്ല. അപ്സര ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. അതിന് സാധിക്കട്ടെ എന്നുമായിരുന്നു ജാസ്മിൻ പറഞ്ഞത്. അതേസമയം ജാസ്മിൻ ഷോയിൽ 3ാം സ്ഥാനമാണ് ലഭിച്ചതെങ്കിലും ശരിക്കും അർഹിച്ചത് 1ാം സ്ഥാനമാണെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ആത്യന്തികമായി ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോ ആണ്. ഇവിടെ ഒരാൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നാണ് പ്രാധാന്യം. ആദ്യ ദിവസം മുതലുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ഷോയുടെ നിർവചനത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജാസ്മിൻ്റെ ജേർണിയാണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നും ഒരു ബിഗ് ബോസ് ആരാധകർ പറയുന്നുണ്ട്. അങ്ങനെ ഡേ 1 മുതൽ ഹൗസിൽ നിറഞ്ഞു നിന്ന ആളാണ് ജാസ്മിൻ. 100 ദിവസം തികയുമ്പോഴും സംശയം ഏതുമില്ലാത്ത 100% ഗെയിമർ ആണ് ജാസ്മിൻ എന്ന് പറയാൻ സാധിക്കും. അർഹതയുള്ളവരുടെ അതിജീവനം എന്നാണല്ലോ ഒരു തരത്തിൽ ഈ ഷോയുടെ ഘടന തന്നെ. അങ്ങനെ നോക്കുമ്പോൾ ആദ്യ ദിവസം മുതൽ ഒറ്റപ്പെടുത്തൽ, അവഗണന എന്നിങ്ങനെ പലതരത്തിൽ ഹൗസിന് പുറത്തും അകത്തും പ്രതിസന്ധികൾ നേരിട്ട ആളാണ് ജാസ്മിൻ. ഹൗസിന് അകത്ത് അവൾ സമാനങ്ങളില്ലാത്ത പരിഹാസത്തിനും ഇകഴ്ത്തലുകളും ഒക്കെ ഏറ്റവും ശക്തമായി നേരിട്ടാണ് ഇവിടെ വരെ എത്തിയത്. ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ ജാസ്മിൻ നേരിട്ട അത്രയും സൈബർ ബുള്ളിങ് ഇന്നേ വരെ ഒരു മത്സരാർത്ഥിക്ക് നേരെ ഉണ്ടായിട്ടുണ്ടോ എന്നും സംശയമാണ്. പൊതുബോധ്യത്തോടെ തൃപ്തിപ്പെടുത്താൻ വളരെ എളുപ്പമാണ്, ഒഴുക്കിനൊപ്പം നീന്തിയാൽ മതി. പക്ഷെ പൊതുബോധം സൃഷ്ടിക്കുന്ന തിന്മയ്ക്കെതിരെ നിൽക്കാൻ അസാമാന്യ ഇച്ഛാശക്തി വേണം എന്ന് തന്നെയാണ് ജാസ്മിനുള്ളതെന്നും പ്രേക്ഷകർ കൂട്ടിച്ചേർക്കുന്നുണ്ട്.